എല്ലാവർക്കും നമസ്കാരം. ഈ കാട് കയറി കിടക്കുന്ന ഭൂമി ഏതെന്ന് ഇപ്പോൾ എല്ലാവരും ഇന്ന് ചിന്തിക്കുന്നുണ്ടാവും. ആ ഭൂമി തന്നെയാണ് മുണ്ടക്കൈ പുനരധിവാസത്തിനായി കോൺഗ്രസ് വില കൊടുത്ത് വാങ്ങിയ ഭൂമിയാണ്. ആ ഭൂമിയുടെ അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ കാണുന്നത്. രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധി എം.പിയും ചേർന്ന് പ്രൗഢഗംഭീരമായ സദസ്സിൽ വെച്ച് തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു പോയിട്ട് ഇന്നേക്ക് 112 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. ഒരു വീട് നിർമ്മിക്കാൻ പോലും ഇതുവരെ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. 6 മാസത്തിനുള്ളിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു അന്നത്തെ ആ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷെ മറ്റു നടപടികളിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല എന്നതാണ് വസ്തുത. ലേഔട്ടിന് ഇതുവരെ അപ്രൂവൽ ലഭിച്ചിട്ടില്ല. ഇതുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം വൈകുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. മേപ്പാടി ഗ്രാമപഞ്ചായത്തിൽ ലേഔട്ട് അപ്രൂവലിനായി സമർപ്പിച്ചിട്ടുണ്ട്. അപ്രൂവൽ ലഭിക്കുന്ന മുറയ്ക്ക് വീട് നിർമ്മാണം ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഭൂമി കാട് കയറി കിടക്കുകയാണ്. അത് വെട്ടിത്തെളിക്കാൻ പോലും നേതൃത്വം തയ്യാറായിട്ടില്ല. പലതരത്തിലുള്ള പരിഹാസങ്ങൾക്കും ഇതിനകം കോൺഗ്രസ് നേതൃത്വം വിധേയമായി കഴിഞ്ഞു. 100 വീടുകൾ ഇവിടെ നിർമ്മിച്ചു നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായി ആദ്യഘട്ടത്തിൽ 3.5 ഏക്കർ ഭൂമിയും പിന്നീട് ആ സ്ഥലത്തോട് ചേർന്നുള്ള 2 ഏക്കർ ഭൂമിയും വില കൊടുത്തു വാങ്ങി. അങ്ങനെ 5.5 ഏക്കർ ഭൂമിയിലാണ് ഈ ഭവന പദ്ധതി നടപ്പാക്കുന്നത്. കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതി ഏതായാലും നടപ്പാകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ 6 മാസത്തിനുള്ളിൽ വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു പ്രഖ്യാപനം. അതേതായാലും നടപ്പാവാൻ സാധ്യതയില്ല. ഇനി മഴയായിരിക്കും. മഴ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക. നിലവിൽ ഈ ഭൂമിയിൽ ഒരു കിണർ മാത്രമാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റു നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. പ്രഖ്യാപിച്ച ആ ഭവന പദ്ധതി നടപ്പാക്കുമെന്ന് നിരന്തരം കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട്. നിലവിലെ ഈ ഭൂമിയുടെ അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണിച്ചു തരുന്നത്.